കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ പരാമർശത്തിൽ മുഖം രക്ഷിക്കാൻ ബിജെപി. പരാമർശം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ റിപ്പോർട്ട് തേടി. കേസെടുത്തതിന് പിന്നാലെ വിജയ് ഷാ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അടിയന്തരമായി ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. जैसे हमारे मोदी जी समाज के लिए जी रहे, समाज के लिए जान लगा रहे और जिन्होंने हमारी बेटियों के सिंदूर उजाड़े थे, वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും ബിജെപിയും അവതരിപ്പിക്കുന്നതിനിടെയാണ് മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ പാർട്ടിയെ വെട്ടിലാക്കിയത്. സൈന്യത്തിന്റെ ദൈനംദിന നടപടി വിശദീകരിച്ച 3 പേരിലൊരാളായ കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരിയെന്നാണ് വിജയ് ഷാ വിശേഷിപ്പിച്ചത്. മന്ത്രിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടെങ്കിലും അനങ്ങാതിരുന്ന ബിജെപി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് മുഖം രക്ഷിക്കൽ നടപടിക്ക് വേഗത കൂട്ടിയത്. ബിജെപി എംഎൽഎ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കേണൽ ഖുറേഷിയുടെ ഛത്തർപൂരിലെ നൌഗാവിലുള്ള തറവാട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് പിന്തുണ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ റിപ്പോർട്ട് തേടിയത്. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മന്ത്രിയുടെ വീടിന് പുറത്ത് കോൺഗ്രസ് നേതാവ് മനോജ് ശുക്ലയുടെ നേതൃത്വത്തിൽ കരിയോയിലൊഴിച്ചു. വിവാദം കൊഴുക്കുമ്പോഴും വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാൻ ബിജെപി തയ്യാറായിട്ടില്ല. ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുൻപായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചതെങ്കിലും കേസെടുത്തത് രാത്രി 11 മണിക്ക് മാത്രമാണ്. എഫ്ഐആർ എടുക്കാൻ നിർദ്ദേശിച്ചതിനെതിരെ വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കടുത്ത വിമർശനം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നുണ്ടായി. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. എന്ത് തരം പ്രസ്താവനകളാണ് മന്ത്രി നടത്തിയതെന്ന് ചോദിച്ച കോടതി രാജ്യം നിർണായക സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പരാമർശങ്ങളിൽ മാന്യത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.